ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ കളവ് പറയുന്ന ഷാഫി മദ്ഹബുകാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊന്ന് കാണാം. ജുമുഅ ഖുത്ബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഉമ്മ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഞാൻ വലിയ ഒരു കളവ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിയാരുടെ ആരോപണം നമുക്കൊന്ന് കേൾക്കാം. ഖുതുബ മാതൃഭാഷയിലാക്കാൻ ഷാഫി ഇമാം കിതാബിൽ ഉമ്മിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ വളരെ ആവേശത്തോടു കൂടി തൊള്ള പൊട്ടി വിയർത്തൊലിച്ച് ഒരു മൗലവി ഇത് വരുത്തി തീർക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ഇനി ഞാൻ നടത്തിയ കളവെന്താണ് എന്ന് കൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. വലാ ബഅസ യതകല്ലമ റജുലു, റജുൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇദ്ദേഹം ഇവിടെ കട്ടുമുറിച്ചത് അതെങ്ങാനും ഇവിടെ കൊണ്ടുവന്ന ഇദ്ദേഹം പറയുന്നതിന്റെ കള്ളി ഇവിടെ പൊളിയും എന്ന് ഇദ്ദേഹത്തിന് അറിയാം. റജുൽ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം ഞാൻ അവിടെ പറഞ്ഞില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്റേതായി അദ്ദേഹം കേൾപ്പിച്ച ക്ലിപ്പിൽ തന്നെ ആ വരിയുടെ പൂർണ്ണാർത്ഥമാണ് ഞാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം കൂടെ ഇല്ലാതെയാണ് ഇദ്ദേഹം മറുപടി പറയുന്നത് എന്നത് ഏറെ ഖേദകരമാണ്. ഇനി ആ റജുൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് കൂടെ നമുക്കൊന്ന് കേൾക്കാം. വലാ ബഅസ, ഒരു കുഴപ്പമില്ല. അയ്യതകല്ലമ റജുലു, സാധാരണക്കാർ സംസാരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. റജുൽ എന്ന് പറയുന്ന പദം സാധാരണക്കാർ ഖുതുബക്കിടയിൽ സംസാരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ഇമാം ഷാഫിയുടെ പേരിൽ ഷാഫി മദ്ഹബുകാർ പറയുന്ന കളവ്. കാരണം ഈ ശീർഷകത്തിന് തൊട്ടു താഴെയായി ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം കൊടുക്കുന്ന ഹദീസ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്റെ പള്ളിയിൽ മിമ്പറിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബി കയറി വന്നപ്പോൾ ആ സ്വഹാബിയോട് സംസാരിക്കുന്ന വിഷയമാണ്. അപ്പൊ ഖതീബ് ശ്രോതാവിനോട് സംസാരിക്കുന്ന വിഷയത്തെ പറ്റിയാണ് ഇവിടെ ചർച്ച തന്നെ. പിന്നീട് എങ്ങനെയാണ് ഈ റസുൽ എന്ന് പറയുന്നത് ശ്രോതാവായി സാധാരണ ജനങ്ങളായി മാറുക? ഒന്നത്. രണ്ടാമത്തേത്, അദ്ദേഹം പിന്നീട് അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയാമെന്ന രൂപത്തിലാണ്. അവർക്ക് അത്യാവശ്യമായി ഇപ്പൊ പള്ളിയിൽ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആരോഗ്യപരമായ ഒരു പ്രശ്നം അടുത്തുള്ള ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി ഇടപെടാനും സംസാരിക്കാനും ഖുതുബയുടെ ഇടയിൽ അനുവാദമുണ്ടെന്ന് ഷാഫി ഇമാമ പറയുന്നുണ്ട്. അത്യാവശ്യമുള്ളത് എന്നല്ല, ആവശ്യമുള്ളതും മറ്റുള്ള കാര്യങ്ങളും ബികലാമിന്നാസ്, ജനങ്ങളുടെ സംസാര ഭാഷയിൽ സംസാരിക്കുന്നത് കൊണ്ട് വലാ ബഅസ്, ഒരു പ്രശ്നമില്ല എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വെച്ചത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ കളവ് പറയുന്ന ഷാഫി മദ്ഹബിൽ ഉണ്ടായിട്ടും അത് പിൻപറ്റാൻ വിമുഖത കാണിക്കുന്ന നിങ്ങളൊക്കെ ഏത് ഷാഫി മദ്ഹബുകാരാണ് കൂട്ടരെ?